നമസ്കാരം. ഡേയ്സ് എല്ലാ വീക്കെൻഡുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഏകദേശം 600 പോയിന്റിൻ്റെ അടുത്ത് റാലി ഉണ്ടാക്കിയ ഒരാഴ്ചയാണ്, ഗംഭീരമായ ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസത്തെ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് കാണാം 25,187 എന്ന റേഞ്ച്. അതിനുശേഷം 25,000 താഴെ പോയി, 25,100 താഴെ പോയി. അതിനുശേഷം ശക്തമായ രീതിയിൽ നിഫ്റ്റി ഒരേ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മുന്നോട്ട് കുതിച്ച് 25,700 704 ഇപ്പോൾ മാർക്കറ്റിൻ്റെ ക്ലോസ് ഉള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിഫ്റ്റി ഉണ്ടാക്കിയ കഴിഞ്ഞ കുറേ നാളെന്ന് പറയുമ്പോൾ സെൻസെക്സ് ഓൾ ടൈം ഹൈ, ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ, നിഫ്റ്റി 4 മന്ത് ഹൈ എന്നുള്ള നിലയിൽ മാർക്കറ്റ് തിരിച്ചെത്തി. ഇന്ത്യൻ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ദീപാവലി ആഘോഷങ്ങൾ, അടുത്ത ആഴ്ച നമുക്ക് മാർക്കറ്റ് ബുധനാഴ്ച അവധി, ചൊവ്വാഴ്ച നമുക്ക് മുഹൂർത്ത് ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച 1:45 തൊട്ട് 2:45 വരെയുള്ള സമയത്ത് പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അന്ന് ലക്ഷ്മി പൂജ ഡേ ആണ്. അതിനെക്കുറിച്ചൊരു നമ്മളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റീലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടും. എന്നാൽ കൂടിയും ആ ഒരു ദീപാവലി ആഘോഷങ്ങളും ഒക്കെ തന്നെയാണ് മാർക്കറ്റിനെ മുന്നോട്ട് ശക്തമായ നിലയിൽ നയിച്ചിട്ടുള്ളത്. നമ്മുടെ മാർക്കറ്റ് മാത്രമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഗംഭീര പെർഫോമൻസ് നടത്തിയത്. കാരണം US അവിടെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ കൂടാതെ തന്നെ 2 റീജിയണൽ ബാങ്ക് ബാഡ് ഡെപ്റ്റ് കാരണം 2 റീജിയണൽ ബാങ്ക് ഏകദേശം 13-10% വെസ്റ്റേൺ അലയൻസ് പോലെയുള്ള കമ്പനീസ് ഫോൾ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് US മാർക്കറ്റും സീവിയർ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റിലും. എന്നാൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം കുറച്ച് പുരോഗതി ഗ്ലോബൽ മാർക്കറ്റിൽ കണ്ടു. ഇതിൽ ആദ്യമായിട്ടുള്ളത് ഈ ചൈനയ്ക്ക് മേലുള്ള താരിഫ് ട്രംപ് സോഫ്റ്റൻ ചെയ്തു. ചൈനീസ് പ്രസിഡൻറ്റുമായിട്ട് നേരിട്ടുള്ള കൂടിക്കാഴ്ച വഴിയൊരുക്കുമെന്നുള്ള കാരണം കൊണ്ട് US മാർക്കറ്റ് ഗംഭീരമായ രീതിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പെർഫോമൻസ് നടത്തി. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം ആ ഒരു അവിടുത്തെ തദ്ദേശീയ ബാങ്കിൻ്റെ ആ ഒരു ഇഷ്യൂ കാരണം 90% സ്പൈക്ക് രേഖപ്പെടുത്തിയ US വിക്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സിംഗിൾ ഡേ കൊണ്ട് 50% US വിക്സ് ക്രാഷായി. വിക്സ് ഉയരുക അതിനർത്ഥം മാർക്കറ്റിൽ വോളറ്റൈലിറ്റി അല്ലെങ്കിൽ ഭീതി ഉയരുക എന്നും വിക്സ് ക്രാഷാകുക എന്ന് പറയുമ്പോൾ ഭീതി കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ US വിക്സ് ക്രാഷായിട്ടുണ്ട്. ഇനി US-ഉം ചൈനയുമായുള്ള താരിഫ് മാത്രമല്ല, ഇന്ത്യയും US-ഉമായിട്ടുള്ള താരിഫിൻ്റെ ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ മേജർ ഡിഫറൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ US വിക്സ് 50% സ്പൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ക്രാഷ് ചെയ്ത് 17ലേക്ക് എത്തി. നാസ്ഡാക്ക് 117 പോയിൻറ്റിൻ്റെയും ഡോ 238 പോയിൻറ്റിൻ്റെയും റാലി രേഖപ്പെടുത്തി. എന്നാൽ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിരുന്നു. എസ്പെഷ്യലി ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് കാണാം 400 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ്, അതായത് 2% അടുത്ത് ഫോൾ രേഖപ്പെടുത്തിയിരുന്നു. റിലയൻസിൻ്റെ റിസൾട്ട്, HDFC ബാങ്കിൻ്റെ റിസൾട്ട്, ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട്, അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ വന്നു. അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനീസിൻ്റെ പെർഫോമൻസ് കാണാം. ഇൻഫോസിസ് 1.6% റാലി രേഖപ്പെടുത്തി. വിപ്രോ 1% ഫോൾ ഉണ്ടായിരുന്നു. ICICI 3%, HDFC 3% റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ റിലയൻസ് 3.4% റാലിയും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതേ കമ്പനീസ് US മോശമല്ലാത്ത നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. അപ്പോൾ ഇത് കാണാതെ വാർത്തകൾ അറിയാതെ ഒരുപാട് പേര് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് നിങ്ങൾ നമ്മുടെ ചാനൽ എത്തിച്ച് കൊടുക്കുക. അത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ഒരു ഹെൽപ്പ് തന്നെയാണ്. അതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൊണ്ട് ചെക്ക് ചെയ്യാനുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഈവൻറ്റ് ഈ US ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്ടോബർ 20 ചൈനയുടെ GDP ഒക്ടോബർ 20 ജർമ്മൻ PP ഡേറ്റ ഒക്ടോബർ 20 ഇന്ത്യൻ സമയം കൊടുത്തിട്ടുണ്ട്. ഇനി ചൊവ്വാഴ്ച നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അവധി എങ്കിൽ കൂടിയും അന്ന് മുഹൂർത്ത് ട്രേഡിംഗ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒക്ടോബർ 22 ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് അവധി. ഒക്ടോബർ 23 US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട്. കൂടാതെ തന്നെ CPI ഡേറ്റ ഒക്ടോബർ 24, അതാണ് മേജർ ഇവൻറ്റ്. കൂടാതെ നമ്മളുടെ
ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ മാനുഫാക്ചറിങ് PMI ഡേറ്റ വരുന്നുണ്ട് ഒക്ടോബർ 24-ാം തീയതി, അതായത് വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ചയാണ് മേജർ ഈവൻറ്റ് യൂസിൽ നിന്ന് വരുന്നത്. ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. RBL ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 20% ഫോൾ ഉണ്ടായി. 222 കോടി രൂപയിൽ നിന്ന് 180 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. IDFC ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 76% ഉയർന്നു. ലോൺ ഗ്രോത്ത് മികച്ച റിപ്പോർട്ട് രേഖപ്പെടുത്തി 200 കോടി രൂപയിൽ നിന്ന് 350 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 11% ഫോളായി. ഇനി UTAMC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 53% ഫോളായി. 200 നിന്ന് 170ലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഇനി നമ്മൾ കണ്ടത് IDB ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റ് 97% സ്പൈക്ക് ചെയ്തു. 1840 നിന്ന് 3227 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 5.2% ഉയർന്ന് 12350 കോടി രൂപ കരസ്ഥമാക്കി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 7.4% ഉയർന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്നാൽ ലോസ് റിപ്പോർട്ട് ചെയ്തു. 1325 കോടി രൂപയിൽ നിന്ന് ഇത്തവണ 437 കോടി രൂപ ലോസാണ് ഉണ്ടാക്കിയത്. HDFC ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്ന് 18641 കോടി രൂപ കരസ്ഥമാക്കി. അൾട്രാടെക് സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 75% ഉയർന്ന് 1232 കോടി രൂപ കരസ്ഥമാക്കി. പഞ്ചാബ് നാഷണൽ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്ന് 4900 കോടി രൂപ കരസ്ഥമാക്കി. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇവരുടെ ആദ്യം തന്നെ നമ്മളുടെ ജിയോയുടെ എല്ലാം തന്നെ ഒരാളിൽ നിന്ന് ARPU എന്ന് പറയും, ഒരു പെർ പേഴ്സണിൽ നിന്നുള്ള റവന്യൂ 211 കോടി രൂപയായി. കൂടാതെ നെറ്റ് പ്രോഫിറ്റ് 16% ഇയർ ഓൺ ഇയർ ഉയർന്നു. എന്നാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ 33% ഒരു ഫോള് ഉണ്ടായിട്ടുണ്ട്. യെസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്നു. ഫെഡറൽ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 10% ഇടിഞ്ഞു. 1060 നിന്ന് 960ലേക്ക് കുറഞ്ഞു. ബജാജ് ഹെൽത്ത് കെയർ 9 നിന്ന് 11 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. REC 4000 നിന്ന് 4430 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ടാൻല പ്ലാറ്റ്ഫോം 130 നിന്ന് 125 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. JSW എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% ഇയർ ഓൺ ഇയർ ഉയർന്നു. ക്രിസിൽ 170 നിന്ന് 190 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 7.6% ഇയർ ഓൺ ഇയർ ഉയർന്ന് 2554 കോടി രൂപ, അതായത് 2370 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. L&T ടെക്നോളജി ഇവർ 286 കോടി രൂപയിൽ നിന്ന് 329 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ നമുക്ക് നാളെ പ്രീ മാർക്കറ്റായിട്ടൊക്കെ എത്താം. എല്ലാവർക്കും ദീപാവലി ആശംസിക്കുന്നു. ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു.